നമസ്കാരം. അപ്പോൾ നമുക്ക് പുതിയ AV8 ഉണ്ട്. 2026 കുറച്ച് അപ്ഡേറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു പോകാം. വീഡിയോയ്ക്ക് മുമ്പായിട്ട് പറയട്ടെ, ഇറ്റ്സ് ഫുള്ളി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. അതുകൊണ്ട് തന്നെ വീഡിയോനെ അങ്ങനെ മാത്രം കാണുക. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ സ്ക്രീനും കൂടി ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്താണിപ്പോൾ AV8 പുതിയ അപ്ഡേഷൻ എന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. 1.14 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നോർമലി അത് 4-ലോ 7-ലോ 12-ലോ അവസാനിക്കുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു 10x കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ചാൻസാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മൾ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10xനെ ഫോക്കസ് ചെയ്ത് കളിക്കാം, അല്ലെങ്കിൽ 2xനെ ഫോക്കസ് ചെയ്ത് കളിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10x അതിന് മുകളിലേക്ക് ഫോക്കസ് ചെയ്ത് കളിക്കാം. ഇപ്പോൾ ബേസിക് ഒരു ബെറ്റർ പ്ലേ സോൺ എന്ന് പറയുന്നത് 3x to 7x വരെയുള്ളത് ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലേയിങ് സോണാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ കേട്ടോ. ഇത് മാറാം, വീണ്ടും മാറാം. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ എന്ന് പറയുന്നത്. ഇത് മാർച്ച് മാസത്തിലെ അപ്ഡേറ്റാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു 15 എന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ വാല്യൂവിൻ്റെ തൊട്ട് ചേർന്ന് 1.4 അല്ലെങ്കിൽ 4.1 അങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കുന്ന തരത്തിലുള്ള വാല്യൂസ് ആയിരിക്കും സാധാരണ എന്ത് ചെയ്യുക, റിസൾട്ടായിട്ട് ജനറേറ്റ് ചെയ്യുക. അവർക്ക് 15 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, എക്സാക്ട്ലി 10ന് മുകളിലേക്കുള്ള 15 എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ അതിനിപ്പുറത്തേക്ക് 4 റൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് വരുന്നത് ഒന്നുകിൽ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, 4xൻ്റെ വാല്യൂസോ, അല്ലെങ്കിൽ 14ൻ്റെ, അല്ലെങ്കിൽ 1, 4 എന്നൊക്കെ പറയുന്ന വാല്യൂസ് ആയിരിക്കും സാധാരണഗതിയിൽ വരിക. പിന്നെ രണ്ടാമത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിയർ ബൈ ആയിട്ടായിരിക്കും. 10x വരുന്നുണ്ടെങ്കിൽ അത് നിയർ ബൈ ആയിരിക്കും. ഒരു 10 വന്നു കഴിഞ്ഞാൽ അടുത്ത 5 റൗണ്ടിനുള്ളിൽ വീണ്ടും ഒരു 10 വരും. അതാണ് അടുത്തൊരു പ്രോബബിലിറ്റി അഥവാ പോസിബിലിറ്റി പറയുക. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പ്രൈം ഗ്രൂപ്പിലൊക്കെ ആയിട്ടാണ് പറയുക, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു സീരിയസ് ആയിട്ട് വേറെ ചെയ്യാം ഞാൻ ശ്രമിക്കുന്നുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നടക്കുന്ന ഗ്രാഫിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒരു 15 പോയി, 15x പോയി. അതിനുശേഷം വന്നിരിക്കുന്നത് 4.18 ഞാൻ ആദ്യം പറഞ്ഞു വിട്ട് തന്നെ 15 അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ തൊട്ട് ചേർന്ന് 4 അല്ലെങ്കിൽ 1-4 നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം എക്സാക്ട്ലി 1, 2, 3 4ാമത്തെ റൗണ്ടിൽ വീണ്ടും ഒരു 10ന് മുകളിലേക്ക് പോയി, അത് 61. ഓക്കെ, 61 പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് നിയർ ബൈ ഒരു 4-5 റൗണ്ടിൻ്റെ അകത്ത് എന്തായാലും അടുത്തൊരു 10 കൂടി നമുക്ക് പോസിബിൾ ആക്കും. ഇപ്പോൾ ഇവിടെ 2 10 ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി 10 വീണ്ടും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കണമെങ്കിൽ 4-5 റൗണ്ട് കഴിയുമ്പോൾ വരണം, അങ്ങനെ വരില്ല. ഒരു 10x വന്ന് അതിനുശേഷമുള്ള 10xൻ്റെ പ്രോബിലിറ്റിയാണ് 4-5 റൗണ്ടിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷമുള്ളൊരു 5 റൗണ്ട് നമുക്ക് തുടർച്ചയായിട്ട് കളിക്കാൻ പറ്റണം. ഓക്കെ, അവിടെ പലരും ചോദിക്കുന്നത് ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഈ 1ന് താഴേക്ക് വരില്ലേ എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനു മുമ്പ് ഞാനൊരു ഗ്രാഫിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രാഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വേർഷനായിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങൾ ആദ്യം പോയിട്ട് ഗ്രാഫിൻ്റെ ആദ്യത്തെ വീഡിയോ കാണുക. അവിടെ ഞാൻ പറയുന്നുണ്ട് ഗ്രാഫിൽ എങ്ങനെയാണ് ഗ്യാപ്പുകൾ വരുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് ഈ 10x എന്താണെന്നുള്ള കാര്യം ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 61 കഴിഞ്ഞ ശേഷം 6 പോയി, 6ന് ശേഷം 1, 2, 3, 4 റൗണ്ട് ഓൾറെഡി 2ന് താഴെയാണ്. അപ്പം നിങ്ങളിപ്പോൾ സപ്പോസ് ഞാൻ ഈ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ഈ രണ്ടാമത് പോയ 10ന് 61ന് ശേഷം നിങ്ങൾ 4-5 റൗണ്ട് കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്യണമെങ്കിൽ അത്രയും റൗണ്ട് നിങ്ങൾക്ക് ലോസാണ്. അവിടെയാണ് നമ്മളെല്ലാവരും മണ്ടത്തരം വരുന്നത്. അങ്ങനെ ഒരിക്കലും കളിക്കാൻ നിൽക്കരുത്. കാരണം അടുപ്പിച്ച് ഈ പറഞ്ഞ 4-5 റൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് 2 10 വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 2ലേക്കും 2 to ഒരു 6 വരെയുള്ള വാല്യൂവിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. മുകളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ ഗ്രാഫ് ഓൾറെഡി ചേഞ്ചായി, വരാനുള്ളത് അല്ലെങ്കിൽ തരാനുള്ളത് 10x 2 തന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നീട് പോസിബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അവിടെ ഒരു 8-10 റൗണ്ടിന് ശേഷം മാത്രമേ അടുത്ത ഒരു പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ അവിടെ 6ന് ശേഷം 1, 2, 3, 4, 5, 6 റൗണ്ട് വരെ 4 റൗണ്ട് ഓൾറെഡി പോയി. പിന്നെയുള്ള 2 റൗണ്ട് മാത്രമേ നമുക്ക് കയറിയിട്ടുള്ളൂ. പിന്നീട് വന്നത് 1 ആണ്. സോ അവിടെ നോക്കിയാൽ മതി ഗ്രാഫിൻ്റെ വാല്യൂ മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്ലേസ്മെൻറ്റ് നടത്താനായിട്ട്. അല്ലാതെ വെറുതെ വാരിക്കോരി
കുറേ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുകയും അനാവശ്യമായിട്ട് പ്ലേസ് ചെയ്ത് കയ്യിൽ ക്യാഷ് പോവുകയും ചെയ്യുക എല്ലാം ചെയ്യേണ്ടത്. കുറച്ചുകൂടി റാഷണലായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ട്രെൻഡ് നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ കാണാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ട്രെൻഡിൽ കൂടുതൽ നിൽക്കുന്നത് 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. ഇപ്പോഴത്തെ ട്രെൻഡിൽ ട്രെൻഡിൽ കാണുന്നതാണ് 2 പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി കുറേ 2 വരുന്ന കാണാൻ പറ്റും. ആ 2ൻ്റെ ട്രെൻഡ് അവസാനിപ്പിക്കുന്നത് ഒരു 30 മുതൽ ഒരു 60 വരെയുള്ള വാല്യൂസിലേക്കായിരിക്കും. സാധാരണ ആ 2ൻ്റെ ട്രെൻഡിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് 30 മുതൽ 60 വരെയുള്ള വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അതും സാധാരണ ഈ മാർച്ച് മാസത്തിൽ വന്ന പുതിയ അപ്ഡേറ്റിൽ കാണുന്നതാണ്. ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞ 1.41 ഇപ്പോൾ റണ്ണിങ് ആണ്. അതിനുശേഷം എന്ത് വരും നമുക്ക് നോക്കാം. നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പറഞ്ഞത് 1.41 ശേഷം നോർമലി 4, 7, 14 ഇതാണ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു. ഓൾറെഡി ആ വീഡിയോ എക്സാക്ട്ലി 4 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സാധനം 4 ക്രോസ് ചെയ്തു. ഇപ്പോൾ അത് 6, 7 ക്രോസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓൾറെഡി സത്യമാണ്. 10 ക്രോസ് എക്സാക്ട്ലി അത് 10ൽ കംപ്ലീറ്റഡ് ആയി. അതൊരു 10x വാല്യൂ അത് ജനറേറ്റ് ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് ഒരു 2xൻ്റെ സാധനം ചെയ്തപ്പോൾ അതിൻ്റെ അതൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ അതൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഇത് RNG ടെക്നോളജി. ഞാനിത് ഓൾറെഡി RNG ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തു വെച്ചേക്കുന്നത്. അതിനുശേഷം പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന സാധനം ഒന്നും പ്രഡിക്റ്റബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഓൾറെഡി കമൻറ്റിൽ തന്നെ പറഞ്ഞു നമുക്ക് നോക്കാം, നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നോക്കുക. ഗ്രൂപ്പിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ പറയുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാനൊരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ കണ്ടു കാണും വിചാരിക്കുന്നു. ഇത് കുറച്ചൊക്കെ നമുക്ക് കിട്ടും. കുറച്ചൊക്കെ വ്യക്തമായിട്ടൊന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യം. എല്ലാം ഒന്നും പറ്റില്ല എന്നേ ഉള്ളൂ, പക്ഷേ പറ്റാവുന്ന കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നേ. അത് കുറച്ചൊക്കെ അംഗീകരിച്ചാൽ മതി. പിന്നെ ഞാൻ ഈ പറയുന്നത് ഞാൻ പ്ലേ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൻ്റെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ അനാലിസിസ് ഒക്കെ നടത്തുന്നത്. ഇതെല്ലാത്തിലൊന്നും ആപ്ലിക്കബിൾ അല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇതെല്ലാത്തിലൊന്നും ആപ്ലിക്കബിൾ അല്ല. ഞാൻ പ്ലേ ചെയ്യുന്ന സാധനത്തിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഇനി നിങ്ങൾ പ്ലേ ചെയ്യുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ നോക്കിയിട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല, പക്ഷെ ശ്രമിക്കാം. കാരണം പലരും കളിക്കുന്ന പല പ്ലാറ്റ്ഫോമിലായിരിക്കും. എല്ലാവരും വിചാരം സ്പ്രൈബ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ എന്നാണ് വിചാരം. അങ്ങനെയല്ല. ഇപ്പോഴും പറയുന്നു, സ്പ്രൈബ് എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടീമുകളാണ്. അവരുടെ പ്ലാറ്റ്ഫോമിൻ്റെ സോഴ്സിങ് ഔട്ട്സോഴ്സിങ് ആണ് പല സാധനങ്ങൾ നിങ്ങൾ കാണുക. ഓരോ സൈറ്റും അതിനെ എടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് വയബിലിറ്റി കൊടുത്തിട്ടായിരിക്കും സാധാരണ അത് അവരുടെ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോമും ഞാൻ കളിക്കുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോമും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ അതിൽ പറയുന്ന സാധനങ്ങളെല്ലാം വ്യത്യാസമായിട്ടായിരിക്കും. ഞാൻ പറയുന്ന സാധനങ്ങളെല്ലാം അതിൽ ചിലപ്പോൾ വ്യത്യാസമായിട്ടായിരിക്കും കാണുക. അതെൻ്റെ കുറ്റമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന പ്ലാറ്റ്ഫോമും സാധനങ്ങളും ഏതാണെന്ന് പറയുന്നത് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാ സാധനങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2ൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഈ സാധനങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ഇത് തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞത് 1.41ൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് 10xൻ്റെ പോസിബിലിറ്റീസ്, നിയർ ബൈ വരാനുള്ള പോസിബിലിറ്റീസ്, എത്ര റൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഞാനൊരു നോട്ടായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ചാപ്റ്റേഴ്സ്, ചാപ്റ്റർ 1, 2, 3 വരെ ഞാൻ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രൈം ഗ്രൂപ്പിൽ കിടക്കുന്നുണ്ട്. പ്രൈം ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സാധനമാണ്. അതിൻ്റെ അകത്താണ് നമ്മളിങ്ങനെയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ചെയ്തിട്ടൊന്നേ ഉള്ളൂ. ശരി, വീണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 10 വരെ പോയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 10ന് ശേഷം വീണ്ടും ഒരു 3 2ന് താഴേക്കില്ല, 1xൽ തന്നെ കിടന്ന് കളിക്കുന്ന 3 വന്നു. അതിനുശേഷം ഒരു 4 2ന് മുകളിലേക്ക് കയറി. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മുടെ നിയർ ബൈ 2 10 പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 2 മുതൽ ഒരു 6 വരെയുള്ള ഫോക്കസ് ചെയ്താണെന്ന് പറഞ്ഞു. അതാണ് സേഫ് ആയിട്ടുള്ള സാധനം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നീട് പോയ വാല്യൂ എന്ന് പറയുന്നത് 4, 4, 2, 8, 2. സോ ഇത് സിംപ്ലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് കളിച്ചാൽ നമുക്ക് സുഖമായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നീട് എനിക്ക് എപ്പോഴും വരുന്ന ചോദ്യമാണ്, ഞാൻ പറയുന്നതെല്ലാം ശരിയാണോ? അല്ല. ഞാൻ അതിൻ്റെ ഉത്തരം ഇങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയുന്നതെല്ലാം ശരിയല്ല. ഇനി പിന്നീട് ചോദ്യം പറയുന്നത്, ഞാൻ പറയുന്നത് കേട്ട് കളിച്ചാൽ പ്രോഫിറ്റ് ഉണ്ടാവുമോ? അവിടെയും ഉത്തരം എൻ്റെ ഇല്ല. ഒറ്റ വാക്കിൽ ഉത്തരം ഇല്ല എന്ന് തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ കളിക്കുന്ന രീതി വേറെ ആയിരിക്കാം, ഞാൻ പറയുന്ന രീതി വേറെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് കളിയുടെ രീതികളിൽ വ്യത്യാസം കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റോ ലോസോ ഉണ്ടാവാം. പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും ഒരേപോലെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ പറയുന്നത് കേട്ട് ലോസ് ഉണ്ടാകുമെന്ന് ചോദ്യം വരാറുണ്ട്. ഉത്തരം അത് തന്നെയാണ്, ലോസ് ഉണ്ടാകും. അപ്പോൾ ഇത് കേട്ട് കളിച്ചാൽ എന്താ പ്രയോജനം?
എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പഠിക്കുക ആദ്യം, എന്നിട്ട് വ്യക്തമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ കളിക്കുക. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരുണ്ട്, പ്രോഫിറ്റ് ഇല്ലാതെ ആകുന്നവരുണ്ട്, എല്ലാവരെയും നമ്മൾ പരിഗണിക്കുക. ഞാനിപ്പോൾ ഒരു ബേസിക് സാധനത്തെക്കുറിച്ചാണ് പറയുന്നത്, കാരണം എല്ലാവരും തന്നെ തുടക്കക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പല കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ എല്ലാം കാണേണ്ടി വരും. ഞാനൊരു വലിയ ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 1.5 മണിക്കൂർ എടുക്കുന്നേ ഉള്ളൂ. ഒക്കെ കണ്ടാൽ മതി, സമയം എടുക്കുക. കാരണം ഇത് ഒറ്റ രാത്രി കൊണ്ട് വെളുപ്പിച്ച് കിട്ടുന്ന സാധനമല്ലാത്തത് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതിനൊക്കെ ഒന്ന് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ഈ പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങളുടെ ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇനി ഞാൻ ബാക്കി നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ബാക്കിയൊക്കെ ഞാൻ അപ്പോൾ പറയാം, മറുപടി പറയാം, അല്ലെങ്കിൽ ഇത് തീരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ 4 അങ്ങനെ 2-ൽ നിന്നു. വീണ്ടും ഒരു ബ്രേക്കിംഗ് ഉണ്ട്. എല്ലാ ഗ്രാഫിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു 4-5 റൗണ്ട് പോയതിന് ശേഷം ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് വരും. അത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. ആ ബ്രേക്കിംഗ് പോയിന്റിൽ നിങ്ങൾ പരമാവധി നിങ്ങൾ പ്ലേ ചെയ്യുന്നതിൽ തന്നെ പരമാവധി ലോവർ എമൗണ്ടിൽ പ്ലേ ചെയ്യുക. അപ്പോൾ ലോസിൻ്റെ ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ചോദിക്കുന്നത് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കളിച്ചാൽ ശരിയാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിലപ്പോൾ ഒരു 12 ലെവലൊക്കെ ഒന്നിന് താഴെ പോകാറുണ്ട്. ഈ 12 ലെവലിലൊക്കെ ക്യാഷ് കയറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര ബാലൻസ് ഉണ്ടാവണം. അപ്പോൾ അത്രയും ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് 1000 രൂപയൊക്കെ വെച്ചിട്ട് ഉള്ള സാധനങ്ങൾ നോക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. വലിയ എമൗണ്ടിൻ്റെ ആളുകളെക്കുറിച്ചല്ല പറയുന്നത്. ഞാനൊരു സാധാരണ ഒരു പ്ലെയർക്ക് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ലെവൽ മെയിൻ്റെനൻസ് അല്ല, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ലോസിൻ്റെ ഇമ്പാക്റ്റിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, അടുത്ത റൗണ്ടിലേക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അവിടെ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് തന്നെ എക്സാക്ട്ലി പ്ലേ ചെയ്ത് പോകാം. കോൺഫിഡൻസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് തന്നെ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എമൗണ്ട് കുറയ്ക്കുക, എന്നിട്ട് പ്ലേ ചെയ്യുക. അങ്ങനെ കുറച്ച് നാൾ നിങ്ങൾ കളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആകും. നിങ്ങളൊരു കോൺഫിഡൻസിലേക്ക് എത്തും എങ്ങനെ പോയാലും. അങ്ങനെ കോൺഫിഡൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ലോസ് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും എമൗണ്ട് കൂട്ടാൻ നിൽക്കരുത്, എമൗണ്ട് കുറച്ച് കൊണ്ടുവരിക. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ വയ്ക്കുന്നതിൻ്റെക്കാളും കുറച്ച് എമൗണ്ട് നിങ്ങൾ അടുത്ത റൗണ്ടിൽ വെച്ചാൽ മതി. ലോസ് ആകുമെന്ന് നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അടുത്ത റൗണ്ടിൽ വെച്ചാൽ മതി. 3rd റൗണ്ട് നിങ്ങൾക്ക് ലോസ് ആകുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടെങ്കിൽ എമൗണ്ട് കുറച്ച് വെക്കുക, ഒരിക്കലും കൂട്ടി വെക്കരുത്. അത് ഒരു കോമൺ സെൻസാണത്. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് കൊണ്ടുവന്നത് 2-വിൻ്റെ ഇമ്പാക്റ്റുകളാണ് പറഞ്ഞത്. 2-വിൻ്റെ ഇമ്പാക്റ്റുകൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ആ 10 പറഞ്ഞതിന് ശേഷം പിന്നീട് കണ്ടിന്യൂസ് പോയിരിക്കുന്നത് 4, 4, 2, 8, 6, 2, 5, 2, 4, 2, 5, 2, 3, 3. നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മെജോറിറ്റി ഇരിക്കുന്നത് 2 ആണ്. അതാണ് ഞാൻ പറഞ്ഞത് 2-വിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ കൂടുതലാണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നിങ്ങളൊരിക്കലും ഈ പറയുന്ന വലിയ സാധനങ്ങളെ ടാർഗറ്റ് ചെയ്യാതെ 2-വിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുക. അവിടെ നിങ്ങൾ യുക്തിപരമായിട്ട് തന്നെ ചിന്തിക്കുക. ഇവിടെ ഗെയിമിൽ ഗ്രാഫ് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത് 10-ലേക്ക് 15-ലേക്ക് 20-ലേക്ക് 50-ലേക്കൊന്നുമല്ല. അവിടെ 2-വിന് മാത്രം ഫോക്കസ് ചെയ്യുക. അവിടെ 2-വിന് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ കളിച്ച് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് സിമ്പിൾ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാൽ മതി ഈ പറയുന്ന ഏവിയേറ്റർ ഗെയിമിനെ നിങ്ങൾക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് എല്ലാം തന്നെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏത് പ്ലാറ്റ്ഫോമിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കുറച്ചൊക്കെ. ബാക്കിയെല്ലാം തന്നെ ഞാൻ ആ പറയുന്ന അല്ലെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആവുക. എങ്കിലും ഈ സെൻസിബിലിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ കോമൺ ആയിട്ട് തന്നെയുള്ള കാര്യങ്ങളായിരിക്കും. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പരമാവധി നമ്മൾ പറ്റാവുന്ന രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പൈസയും ചോദിച്ചുകൊണ്ട് ആരും വരരുത്. ഉള്ള കാര്യം പറയാമല്ലോ, പൈസയും ചോദിച്ചുകൊണ്ട് ആരും വരരുത്. ഈ പറയുന്ന കളിച്ചു തരാമെന്ന് ചോദിച്ചുകൊണ്ട് പറ്റും വരരുത്. അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്, പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. 2 കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാം. ഈ പറയുന്നതൊട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഫുൾ ടൈം ഇരിക്കുകയൊന്നുമില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ വിചാരിക്കും വളരെ ഈസിയല്ലേ ഞാൻ ഈ പറയുന്നതൊക്കെ ഇട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കളിച്ചുണ്ടാക്കിക്കൂടെ. ഞാൻ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കളിക്കാൻ ഇപ്പോൾ ഇരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഗ്രൂപ്പിലുള്ളവരോട് ഓൾറെഡി എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് മാത്രം നിങ്ങൾ ഗ്രൂപ്പിൽ വന്നാൽ മതി. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രൂപ്പിൽ കാണാം, ബാക്കി ഡീറ്റെയിൽ എല്ലാം. അപ്പോൾ നിങ്ങൾ കളിക്കുന്ന സാധനങ്ങൾ ഏതാണെന്ന്, നിങ്ങളുടെ ഡൗട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും വീഡിയോയുടെ എല്ലാത്തിൻ്റെയും കമൻറ്റുകളെല്ലാം വായിക്കും. തെറിയാണെങ്കിലും ഞാൻ വായിക്കാറുണ്ട്, തെറിയാണെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടാറുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടിട്ട് ഞാൻ റിപ്ലൈ ഇട്ടേക്കാം. ബാക്കി അതിൻ്റെ റെസ്പോണ്ടും സാധനങ്ങളെല്ലാം ചിലപ്പോൾ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയും പുതിയ അപ്ഡേറ്റൊക്കെ ഞാൻ പറയും. ഞാനിപ്പോൾ ക്വിക്ക്ലി ഒരു വീഡിയോ ചെയ്തു മാത്രമേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.